റിപ്പോർട്ടർ ഇമ്പാക്ട് റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം നാളെ മുതൽ പുനരാരംഭിക്കും. റേഷൻ പ്രതിനിധികളുടെ ആശങ്കകൾ ചർച്ച ചെയ്ത് പരിഹരിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികളുടെ മണ്ണെണ്ണ കമ്മീഷൻ ഉയർത്തിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ വർഷത്തെ ആദ്യപാദത്തിൽ 5676 കിലോമീറ്റർ അനുവദിച്ചത്. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ശുപാർശ പ്രകാരം സംസ്ഥാനത്തെ PDS സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വിട്ടെടുത്ത് വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികളുടെ കടത്തുകൂലിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി. മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ 40 കിലോമീറ്റർ വരെ കിലോ ലിറ്ററിന് 500 രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 5 രൂപയുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് നിലവിൽ 238 രൂപയും 3 രൂപ 75 പൈസയും ആയിരുന്നു. മണ്ണെണ്ണ ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ലിറ്ററിന് 3 രൂപ 70 പൈസ ആയിരുന്നത് 6 രൂപയാക്കി ഉയർത്തി. 2 വർധനവും ഈ ജൂൺ 1 മുതൽ പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണെന്നുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ അയലൂർ, നമ്മൾ ഈ കണ്ണീരും വിഷമവും ഒക്കെയാണ് ഈ റേഷൻ വ്യാപാരികളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. പ്രതിനിധികളുടെ റേഷൻ കടയുടമകളുടെ അടക്കം ആശങ്കകളൊക്കെ മന്ത്രി ഇപ്പോൾ ഇടപെട്ട് പരിഹരിക്കുകയാണോ? എന്താണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു സന്തോഷ വർത്തമാനം? സുജയ, അങ്ങനെ തന്നെയാണ്. ഇത് ഏറെക്കുറെ 2 വർഷമായി മണ്ണെണ്ണ വിതരണം വലിയ താറുമാറായ അവസ്ഥയിലായിരുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള മണ്ണെണ്ണ വിഹിതം ലഭിക്കാത്തത്, ഒപ്പം തന്നെ ഈ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ വർദ്ധിപ്പിക്കാത്തതൊക്കെ ഇതിന്റെ കാരണമായി മാറിയിരുന്നു. മൊത്തവ്യാപാര ഡിപ്പോകളൊക്കെ തന്നെയും പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ 1 വർഷമായി കാണുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നിരന്തരമായി നമ്മൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി തന്നെ സംസ്ഥാന സർക്കാർ നിരന്തരമായി കേന്ദ്രത്തോട് ഇത് ആവശ്യപ്പെടുകയും കേന്ദ്രം ഏതായാലും ആദ്യപാദത്തിലേക്കുള്ള മണ്ണെണ്ണ വിഹിതം നൽകിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 5676 കിലോ മണ്ണെണ്ണയാണ്, 6 കിലോ ലിറ്റർ മണ്ണെണ്ണ ഈ വർഷത്തെ ആദ്യ പാദത്തിലേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ നാളെയോടുകൂടി റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏറെക്കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന കാര്യമാണ്. മണ്ണെണ്ണ ലഭിച്ചു തുടങ്ങും നാളെ മുതൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി AAY കാർഡുകൾക്ക്, ഈ പ്രധാനമായും AAY കാർഡുകൾക്ക് ഉടമകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. അതിന് 61 രൂപ, ലിറ്ററിന് 61 രൂപ എന്നുള്ള നിരക്കിലാണ്. മറ്റ് കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ വീതമാണ്. ഇനി വൈദ്യുതി ഇല്ലാത്തവർക്ക് 6 ലിറ്റർ വഴി, അങ്ങനെ നിശ്ചിതമായി എത്ര രീതിയിൽ എത്ര ലിറ്ററുകൾ നൽകാം എന്നുള്ളതടക്കം കൃത്യമായി തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ 3 രൂപയായിരുന്ന കമ്മീഷൻ അത് 6 രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഏറെക്കുറെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നത്തിനും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായിട്ടുണ്ട്. ഒപ്പം തന്നെ മണ്ണെണ്ണ ലഭിക്കാത്തതിൽ വലിയ പ്രതിസന്ധി നേരിടുന്നവർക്കും ഇതൊരു പരിഹാരമായിട്ടുണ്ട്. സുജയ, ഓക്കെ, അങ്ങനെ മണ്ണെണ്ണ വരുന്നു, മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നു എന്നത് മണ്ണെണ്ണ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക്, അതോടൊപ്പം മണ്ണെണ്ണ ഇല്ല എന്ന് പറഞ്ഞ ആളുകളെ മടക്കി വിടേണ്ടി വന്ന വ്യാപാരികൾക്കൊക്കെ ആശ്വാസമാകുന്ന, എല്ലാവർക്കും സന്തോഷമുള്ള, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക്, മണ്ണെണ്ണ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്തയാണ്.